ഈ ക്യാമറ മറികടക്കാനുള്ള യുവാക്കളുടെ സാഹസിക യാത്ര നമുക്കൊന്ന് കാണാം. ചില ചേട്ടന്മാരെ ഈ ബൈക്ക് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഈ ക്യാമറ വരുന്ന ട്രാഫിക് നിയമലംഘനം 3 പേരൊക്കെ ആയിരിക്കുമല്ലോ പോവുക. അപ്പോൾ അതൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നോക്ക് നീ എന്തോന്നാ കണ്ട് കാണിക്കാതെ നോക്ക്. എന്താ ചെയ്യുന്നത് നോക്കി കൈകൊണ്ട് ട്രാഫിക് നമ്മുടെ ഈ നമ്പർ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ, ഇവൻ പൊട്ടനാണ് മുതലാളി. എത്ര എണ്ണമാണെന്ന് നോക്കി. 3 പേരുണ്ട്, ട്രിപ്പിൾ അടിച്ച് പോവാണ്, ഹെൽമെറ്റ് വയ്ക്കാതെ പോവാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഈ ക്യാമറ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ നമ്പർ പ്ലേറ്റ് മറയ്ക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. ഹെൽമെറ്റ് വയ്ക്കാതെയും ട്രിപ്പിൾ അടിച്ചും ഒക്കെ പോകുന്ന ആൾക്കാരാണ് നമ്പർ പ്ലേറ്റ് കൈകൊണ്ട് മറയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. സെൻസ് ഉള്ള ആരെങ്കിലും ചോദിക്കൂ, നിങ്ങൾ ചോദിക്കൂ, നീ ചോദിക്കൂ. പക്ഷെ അവന് നിയമലംഘകരിൽ കൂടുതലും വിദ്യാർത്ഥികളാണെന്നാണ് ഇതിൽ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കർശന നടപടി ഇവർക്കെതിരെ ഉണ്ടാവണം. പിള്ളേർ ഇങ്ങനെ കാണിക്കാൻ പാടില്ല. ഇതാരാമോനെ ദിനേശായി എരപ്പാളത്തിലോ കാണിച്ച് നീയാ ആലോചിച്ച് നോക്കിക്കേ, ഈ ക്യാമറയെ മറികടക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ടും ഒക്കെ ഈ നമ്പർ പ്ലേറ്റ് മറച്ചുകൊണ്ട് പോവുക, അതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. എന്നാലും ഹെൽമെറ്റ് വയ്ക്കൂല, ട്രിപ്പിൾ അടിച്ചേ പോകുന്നുള്ളൂ. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഇത് ആർക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ അഭ്യാസം കാണിക്കുന്നിടയിൽ താഴെ വീണ തല പൊട്ടൂലേ? ഹെൽമെറ്റ് പോലും ഇല്ല. 3 പേരും ഒക്കെ ആയിട്ടൊക്കെ പോകുന്ന ചങ്ങാതിമാരാണ് ഈ പണി കാണിക്കുന്നത്. നമ്മ ഹെൽമെറ്റ് വെക്കാറില്ല. മുടിക്കാ പൂറാ ഹെൽമെറ്റ് വെച്ചാലേ മുടി ഷോ പോയി പോന്ന് പറഞ്ഞു. പക്ഷേ കൃത്യമായിട്ട് പോലീസിന്റെ ക്യാമറയിലൊക്കെ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടിയിടിക്കും. നിങ്ങൾ എന്താണെന്ന് ചെയ്തോ, ഞാനേ പള്ളിയിലച്ഛനല്ല, പോലീസുകാരനാണ്.